വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് കുറച്ച് ടെക്നോളജിക്കൽ ടോപ്പിക്സ് ആണ് ഡീൽ ചെയ്യുന്നത്. ബി.എഡ് ഓൺലൈൻ എക്സാമിനും കേറ്റഡ് സീറ്റഡ് മുതലായ മറ്റ് എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ടോപ്പിക്സ്. അപ്പം മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക വീഡിയോസ് കൃത്യമായിട്ട് കിട്ടുവാനായിട്ട്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് സീഡിറ്റ്, സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി. സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി ആണ് സീഡിറ്റ്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി ആണ് സീഡിറ്റ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് 1988 സീഡിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. മൂന്നാമത്തെ പോയിന്റ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന് കീഴിലാണ് സീഡിറ്റ്. ഞാൻ അധികം പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. അപ്പം സീഡിറ്റ് 3 പ്രധാനപ്പെട്ട പോയിന്റ്സ്. രണ്ടാമതായിട്ട് അക്ഷയ. അപ്പം അക്ഷയ നമ്മൾ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസിൽ കാണുന്ന ഒരു ചോദ്യമാണ്. ഫസ്റ്റ് ഡിസ്ട്രിക്ട് വൈഡ് ഇ ലിറ്ററസി പ്രോജക്റ്റ് ആണ് അക്ഷയ. ഫസ്റ്റ് ഡിസ്ട്രിക്ട് വൈഡ് ഇ ലിറ്ററസി പ്രോജക്റ്റ് ആണ് അക്ഷയ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് 2002 APJ അബ്ദുൽ കലാം ആണിത് ഇനോഗ്രേറ്റ് ചെയ്തത്. പ്രധാനപ്പെട്ട മൂന്നാമത്തെ പോയിന്റ് മലപ്പുറത്താണ് ഇത് ആദ്യമായിട്ട് പരീക്ഷിച്ചത്. അപ്പം ഇതാണ് അക്ഷയെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ്. നമുക്ക് അടുത്ത ടോപ്പിലേക്ക് പോവാം. മൂന്നാമത്തെ ടോപ്പിക്കാണ് വിക്ടേഴ്സ്. വിക്ടേഴ്സ് ലോഞ്ച് ചെയ്തതും APJ അബ്ദുൽ കലാം തന്നെയാണ്. 2005 വിക്ടേഴ്സ് ലോഞ്ച് ചെയ്തത്. വിക്ടേഴ്സിന്റെ പ്രത്യേകത ഇപ്പം ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയാം. കാരണം കൊറോണ ആയിട്ട് ഈ സമയത്ത് കുട്ടികൾക്ക് വേണ്ടി പാഠഭാഗങ്ങൾ സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പൊക്കെ തന്നെ ഏകദേശം 17 മണിക്കൂറോളം ഡെയിലി സംപ്രേഷണം ചെയ്യുന്ന ഒരു ചാനൽ കൂടെയാണ് വിക്ടേഴ്സ്. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് വിക്ടേഴ്സിന്റെ ഫുൾ ഫോം. ഇനി നമ്മുടെ നാലാമത്തെ പോയിന്റ് ആണ് CEC, കൺസോർഷ്യം ഫോർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ് CEC. അപ്പം CEC ലോഞ്ച് ചെയ്തത് UGC ആണ്. CEC ലോഞ്ച് ചെയ്തത് UGC ആണ്. അപ്പം ഇത്രയേ ഉള്ളൂ CEC കുറിച്ച്. അധികം പോയിന്റ്സ് ഒന്നുമില്ല. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. UGC എന്ന ലോഞ്ച് ചെയ്ത മറ്റൊരു ബോഡിയാണ് ഇൻഫ്ലിപ്നെറ്റ്. അപ്പൊ UGC എന്ന ലോഞ്ച് ചെയ്തത് 1991 ഇത് ലോഞ്ച് ചെയ്തത്. അപ്പം ഇനി എന്താണ് ഇൻഫ്ലിപ്നെറ്റ്? ഇൻഫോർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക് മറ്റൊരു പേരാണ് ഇൻഫ്ലിപ്നെറ്റ്, ഇൻഫോർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക്. അപ്പം ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഒന്നാമത് UGC ആണ് ഇത് ലോഞ്ച് ചെയ്തത് 1991 ഇൻഫോർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് EMMRC, എഡ്യൂക്കേഷണൽ മൾട്ടിമീഡിയ റിസർച്ച് സെന്റർ ആണ് EMMRC. അപ്പം EMMRCയുടെ ഫുൾ ഫോം നമ്മൾ പഠിച്ചിരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് 2000 NMEICT ലോഞ്ച് ചെയ്തതും EMMRC ആണ്. NMEICT ലോഞ്ച് ചെയ്തത്. അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം 2000-ഓളം വീഡിയോസ് ഇവര് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി 2000 തന്നെ ഏകദേശം 2000-ലധികം വീഡിയോസ് ഇവര് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പഠിക്കാനുള്ളത് SIETയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി ആണ്. ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി ആണ് ഡയറ്റ്. ഇനി എന്താണ് SITE? അപ്പം SITE എന്ന് പറയുന്നത് സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെന്റ് ആണ്. SITE സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെന്റ് ആണ് SITE. ഇനി നമ്മുടെ എട്ടാമത്തെ പോയിന്റ് AVRC ആണ്. നമ്മുടെ എട്ടാമത്തെ പോയിന്റ് AVRC ആണ്. ഓഡിയോ വിഷ്വൽ റിസർച്ച് സെന്റർ ആണ് AVRC. ഓഡിയോ വിഷ്വൽ റിസർച്ച് സെന്റർ.
ഇപ്പം നമ്മുടെ EDU 03-ലെ പ്രധാനപ്പെട്ട ഫസ്റ്റ് മോഡ്യൂളിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് കഴിഞ്ഞു. 9ാമത്തത് ഫാദർ ഓഫ് മോഡേൺ മീഡിയ ഇൻ എഡ്യൂക്കേഷൻ എന്നറിയപ്പെടുന്നത് എഡ്ഗാർ ഡെയിൽ ആണ്. ഫാദർ ഓഫ് മോഡേൺ മീഡിയ ഇൻ എഡ്യൂക്കേഷൻ. ഇദ്ദേഹത്തിന് തന്നെയാണ് ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ്. ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ്. പിന്നെ ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട 3ാമത്തെ പോയിന്റ്, ഇദ്ദേഹമാണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സിനെ ആദ്യമായിട്ട് ക്ലാസിഫൈ ചെയ്തത്. ഓഡിയോ വിഷ്വൽ എയ്ഡ്സിനെ ആദ്യമായിട്ട് ക്ലാസിഫൈ ചെയ്തത് എഡ്ഗാർ ഡെയിൽ ആണ്. ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ് നോക്കാം. അദ്ദേഹം പറഞ്ഞു പ്രൈമറിലി 3 എക്സ്പീരിയൻസിനെ ബേസ് ചെയ്താണ് ഈ ഒരു കോൺ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ 1ാമത്തത് ഡയറക്റ്റ് എക്സ്പീരിയൻസസ്, 2ാമത്തത് വികാരിയസ്, ആൻഡ് തേർഡ് വൺ സിംബോളിക്. നമുക്ക് ഓൺലൈൻ എക്സാംസിന് മതി, അതുകൊണ്ട് തന്നെ ജസ്റ്റ് എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ പോവുകയാണ്. നമ്മൾ നേരിട്ട് അനുഭവിച്ചറിയുന്ന ഞാനിവിടെ ഡയറക്റ്റ് എക്സ്പീരിയൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. 2ാമത് ഒരു ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു സ്കിറ്റൊക്കെ വഴി നമ്മളൊരു കാര്യം കാണിച്ചു തരും, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തതാണ് വികാരിയസ്. ആൻഡ് 3ാമത്തത് സിംബോളിക്. ഡീറ്റെയിൽഡ് ആയിട്ടൊരു സ്റ്റേജ് ഒക്കെ അല്ലെങ്കിൽ കുറെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, ഒരു പിക്ചറൊക്കെ വെച്ച് നമുക്ക് ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കണം. അതിന് വിളിക്കുന്ന പേരാണ് സിംബോളിക് എക്സ്പീരിയൻസ്. അപ്പൊ ഇതാണ് ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസിലെ പ്രധാനപ്പെട്ട 3 പോയിന്റ്സ്. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. അപ്പം ഇനി അടുത്തത് LCD. അപ്പം LCD ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ്. ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ്. അതിൽ കൂടുതൽ പോയിന്റ്സ് ഒന്നും വേണ്ട. അടുത്തത് പ്രൊജക്റ്റഡ് എയ്ഡ്സും നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സും. പ്രൊജക്റ്റഡ് എയ്ഡ്സും നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സും. അപ്പൊ നമ്മൾ ഈ കുട്ടികളെ കാണിക്കുന്ന സ്ലൈഡ് അതുപോലെയുള്ള എല്ലാ റെപ്രസെന്റേഷനും പ്രൊജക്റ്റഡ് എയ്ഡ്സിന് കീഴിൽ വരുന്നതാണ്. അപ്പം സ്ലൈഡ്, ഫിലിം സ്ട്രിപ്സ് വഴി വീഡിയോ കാണിക്കുക, OHP ഓവർ ഹെഡ് പ്രൊജക്ടേഴ്സ്. നമ്മൾ ക്ലാസ് റൂമിലൊക്കെ ഓവർ ഹെഡ് പ്രൊജക്ടേഴ്സ് വെച്ച് കുട്ടികളെ പഠിപ്പിക്കാറ്. അപ്പൊ അതെല്ലാം പ്രൊജക്റ്റഡ് എയ്ഡ്സിന് കീഴിൽ വരുന്നതാണ്. ഇനി ഏതൊക്കെയാണ് നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ്? നമ്മുടെ ബ്ലാക്ക് ബോർഡ്, നമ്മുടെ ചാർട്ട്, 3D ഒബ്ജക്ട്സ്, ഇവയെല്ലാം നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ് ആണ്. ഇനി കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടിയുള്ള ഇൻസ്ട്രക്ഷൻസും നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ് ആണ്. സ്ലൈഡ്സിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ ഒക്കെ ഉണ്ട്, അപ്പൊ അതും നോൺ പ്രൊജക്റ്റഡ് എയ്ഡിന്റെ എക്സാമ്പിൾ ആണ്. നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് സ്കൈപ്പിനെ കുറിച്ചാണ്. അപ്പം സ്കൈപ്പിനെ കുറിച്ച് പ്രധാനമായിട്ട് 2 പോയിന്റ് ഞാൻ പറയുന്നുള്ളൂ. 2003-ലാണ് സ്കൈപ്പ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്. 2011-ല് മൈക്രോസോഫ്റ്റ് വലിയ വില കൊടുത്ത് ഇതിനെ വാങ്ങുകയുണ്ടായി. അപ്പൊ 2003-ഉം 2011-ഉം. അപ്പം ഇനി നമ്മൾ നോക്കുന്നത് അടുത്ത ടോപ്പിക്ക് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ ടെക്നോളജി ഫിലോസഫിയുടെ പ്രത്യേകതയാണ് ഏതൊരു വാക്ക് പഠിച്ചാലും അതിന്റെ റൂട്ട് വേർഡ് എന്താണ് കൂടി പഠിക്കുക എന്നുള്ളത്. അപ്പം കമ്മ്യൂണിക്കേഷൻ റൂട്ട് വേർഡ് വന്നിരുന്നത് കമ്മ്യൂണിക്കാരയിൽ നിന്നാണ്. കമ്മ്യൂണിക്കോ ലാറ്റിൻ വേർഡ്സ് ആണ്. ഇതിന്റെ മീനിങ് ടു ഷെയർ എന്നാണ് ഇതിന്റെ മീനിങ്. അപ്പം ആ ഒരു ടോപ്പിക് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് ഫിയാക്സ് ആണ്. ഫിയാക്സ് ഫ്ലാൻഡേഴ്സ് ഇന്ററാക്ഷൻ അനാലിസിസ് കാറ്റഗറി സിസ്റ്റം ആണ്. ഫിയാക്സ് ഫ്ലാൻഡേഴ്സ് ഇന്ററാക്ഷൻ അനാലിസിസ് കാറ്റഗറി സിസ്റ്റം. ഫ്ലാൻഡേഴ്സ് ഇന്ററാക്ഷൻ അനാലിസിസ് കാറ്റഗറി സിസ്റ്റം. അപ്പം ഇതാണ് ഫിയാക്സ്. മറക്കത്തില്ലെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് 15-ാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് UGCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഏതാ എന്നുള്ള ചോദ്യമാണ്. ഇപ്പം www.ugc.in
UGC.ac.in ആണ് UGCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. തെറ്റിക്കാതിരിക്കുക. ചിലപ്പോൾ www.ugc.in എന്നൊക്കെ തരും. ഇതല്ല, www.ugc.ac.in ആണ് UGCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇനി 16ാമത്തെ പോയിന്റ് NIC 17 WAN 18 LAN. അപ്പം NIC എല്ലാവർക്കും അറിയാം, നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ ആണ്. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ ആണ് NIC. ഇനി WAN ഉം LAN ഉം. ഇപ്പൊ LAN എന്ന് പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കും WAN എന്ന് പറയുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്കുമാണ്. വൈഡ് ഏരിയയും ലോക്കൽ ഏരിയയും. ഇനി കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്, WAN-നാണോ LAN-നാണോ സ്പീഡ് കൂടുതലെന്ന്. അപ്പം LAN-നാണ് സ്പീഡ് കൂടുതൽ. തെറ്റിക്കത്തില്ലെന്ന് വിശ്വസിക്കുന്നു. LAN-നാണ് സ്പീഡ് കൂടുതൽ. ഇനി നമ്മുടെ 19ാമത്തെ പോയിന്റ് ISP ആണ്. ISP ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആണ്. ISP ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആണ് ISP. അടുത്ത പോയിന്റ് WWW. WWE അല്ല, WWW വേൾഡ് വൈഡ് വെബ് ആണ്. വേൾഡ് വൈഡ് വെബ് ആണ്. ഇതിന്റെ വേർഷൻ 1ഉം 2ഉം 3ഉം ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ 1990-ൽ ടിം ബെർണേഴ്സ്-ലീ ഇത് ഡിസ്കവർ ചെയ്തു എന്നൊരു പോയിന്റ് മാത്രമേ നമുക്ക് ഡീൽ ചെയ്യുന്നുള്ളൂ. WWWന്റെ ഫുൾ ഫോമും 1990-ൽ ടിം ബെർണേഴ്സ്-ലീ. ഇത് ഡിസ്കവർ ചെയ്തു എന്നൊരു പോയിന്റ് മാത്രമേ നമ്മൾ പഠിപ്പിക്കുന്നുള്ളൂ. ഇനി അടുത്തത് കുറച്ച് ഡിസ്കവറീസ് ആണ്. GNU ഡിസ്കവർ ചെയ്തത് സ്റ്റോൾമാൻ ആണ്. സ്റ്റോൾമാൻ തന്നെയാണ് ആദ്യമായിട്ട് സോഫ്റ്റ്വെയർ ഡിസ്കവർ ചെയ്തത്. ഇനി അടുത്ത പോയിന്റ് ഫേസ്ബുക്ക്. നമ്മൾ സൂക്കർബർഗ് എന്നൊക്കെ കളിയാക്കി വിളിക്കുന്ന സൂക്കൻബർഗ് ആണ് ഫേസ്ബുക്ക് കണ്ടുപിടിച്ചത്. മാർക്ക് സൂക്കൻബർഗ്. ഇനി അടുത്തത് ലിങ്ക്ഡിൻ ആണ്. ലിങ്ക്ഡിൻ കണ്ടുപിടിച്ചത് ഹോഫ്മാൻ ആണ്. റെയ്ഡ് ഹോഫ്മാൻ ആണ് ലിങ്ക്ഡിൻ കണ്ടുപിടിച്ചത്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു ഇതാണ് ഉബുണ്ടു. ഉബുണ്ടു നമുക്ക് എല്ലാവർക്കും അറിയാം ആരുടെയാണ്? ലിനക്സിന്റെ ഒരു പ്രോഗ്രാമിംഗ് സിസ്റ്റം ആണ് ഉബുണ്ടു. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് നമ്മൾ ഓപ്ഷൻസിൽ പഠിക്കാറുണ്ട്. നമ്മൾ ടെക്നോളജിയിലും പഠിച്ചൊരു കാര്യമാണ് CD-യും DVD-യും. CD-യും DVD-യും. ഇപ്പം CD-യുടെ ഫുൾ നെയിം കോമ്പാക്ട് ഡിസ്ക് എന്നാണ്. ഫുൾ ഫോം കോമ്പാക്ട് ഡിസ്ക് എന്നാണ്. DVD-യുടെ ആകട്ടെ ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്നാണ്. ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്നാണ്. ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്നാണ്. ഇതിന്റെ സ്റ്റോറേജ് ആണ്. CD-യുടെ ഏകദേശം 700 MB ആണ്. DVD-യുടെ ആകട്ടെ 4.7 GB to 17 GB വരെയൊക്കെ വരും. 17 GB വരെയൊക്കെയാണ് DVD-യുടെ സ്റ്റോറേജ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, CD-യുടെ തിക്നെസ് 1.2 mm, DVD-യുടെ 0.6 mm. ഇനി അടുത്ത പോയിന്റ് HTML HTTP. അപ്പം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് HTML. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് HTML. HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് HTTP. ഇനി അടുത്ത പ്രധാനപ്പെട്ടത് റാമും റോമും ആണ്. റാൻഡം ആക്സസ് മെമ്മറി ആണ് റാം. റീഡ് ഓൺലി മെമ്മറി ആണ്. റീഡ് ഓൺലി മെമ്മറി ആണ് റോം. റാമും റോമും. ഇനി അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക് ഹാക്കിങ്ങിനെ കുറിച്ചാണ്. അപ്പം ഹാക്കിംഗ് പഠിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് സംശയമുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. കാരണം കുറെ അധികം വൈറ്റ് ഹാറ്റ്, ബ്ലാക്ക് ഹാറ്റ് എന്ന് പറഞ്ഞ് കുറെ കിടപ്പുണ്ട്. അപ്പം വൈറ്റ് ഹാറ്റ് എന്ന് പറയുന്നത്
ഉപദ്രവകരമില്ലാത്ത ഹാക്കിംഗ്, അതായത് എന്തെങ്കിലും നല്ലൊരു കാര്യത്തിന് വേണ്ടി ഹാക്ക് ചെയ്യുന്നതാണ് വൈറ്റ് ഹാറ്റ്. ഇനി ബ്ലാക്ക് ഹാറ്റ് എന്ന് പറയുന്നത് മലീഷ്യസ് ആണ്, പേഴ്സണൽ ഗെയിൻസിന് വേണ്ടി മലീഷ്യസ് ഹാക്കിംഗ് ആണ് ബ്ലാക്ക് ഹാറ്റ്. ഇനി ഇവ രണ്ടിന്റെയും കൂടെ ഇടയ്ക്ക് നിൽക്കുന്നതാണ് ഗ്രേ ഹാറ്റ്. രണ്ടിന്റെയും ഒരു സമ്മിശ്ര രൂപമാണ് ഗ്രേ ഹാറ്റ്. പിന്നുള്ളത് എലൈറ്റ് ഹാക്കർ. എലൈറ്റ് ഹാക്കർ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഹാക്കറിനെ വിളിക്കുന്ന പേരാണ് എലൈറ്റ് ഹാക്കർ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് നിയോഫൈറ്റ് ആണ്. നമുക്ക് നിയോ എന്നുള്ള ടേം അറിയാം പുതുതായിട്ട്. അപ്പൊ പുതുതായിട്ട് ഹാക്കിങ്ങിലേക്ക് കടന്നു വന്ന വ്യക്തിക്ക് വിളിക്കുന്ന പേരാണ് നിയോ ഫൈറ്റ്. ഇനി അപ്പൊ നമ്മൾ ഹാക്കിംഗ് പഠിച്ചല്ലോ. പിന്നെ അടുത്തത് നെറ്റിക്വറ്റ്. അപ്പൊ നമുക്ക് എറ്റിക്വറ്റ് എന്നുള്ള വാക്കറിയാം. ഒരാൾ പാലിക്കേണ്ട മര്യാദ, മാനർ ഒക്കെയാണ് എറ്റിക്വറ്റ്. അപ്പം നെറ്റിൽ പാലിക്കേണ്ട, നെറ്റ്വർക്കിൽ പാലിക്കേണ്ട മര്യാദയ്ക്ക് വിളിക്കുന്ന പേരാണ് നെറ്റിക്വറ്റ്. ഇനി അടുത്ത ടോപ്പിക് പോഡ്കാസ്റ്റ് എന്താണ്? പോഡ്കാസ്റ്റ് അപ്പം പോഡ്കാസ്റ്റില് നമ്മൾ ഓഡിയോ ക്ലാസ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു യൂസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പോഡ്കാസ്റ്റ്. ഇനി പോർട്ടബിൾ ഓൺ ഡിമാൻഡ് എന്നാണ് POD എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ചില എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. POD കൊണ്ട് അർത്ഥമാക്കുന്നത് പോർട്ടബിൾ ഓൺ ഡിമാൻഡ് എന്നാണ് അർത്ഥം ആക്കുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് മൂഡിൽ. അപ്പൊ മൂഡിൽ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. മോഡുലാർ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡൈനാമിക് ലേണിംഗ് എൻവയോൺമെന്റ് ആണ്. മൂഡിൽ. അപ്പൊ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. മോഡുലാർ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡൈനാമിക് ലേണിംഗ് എൻവയോൺമെന്റ് ആണ് മൂഡിൽ. കുട്ടികൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാം. അപ്പം ഇത്രയാണ് നമ്മൾ എടുത്ത ടോപ്പിക്സ്. നമ്മുടെ മോഡ്യൂൾ 3 അല്ല, നമ്മുടെ സെമസ്റ്റർ 1 ടെക്നോളജി പാർട്ട് ഫുള്ളി ഞാൻ കവർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പം അടുത്ത വീഡിയോയിൽ അസസ്മെന്റ്, സെമസ്റ്റർ 2 അസസ്മെന്റ് ആണുള്ളത്. അപ്പം അതിനെക്കുറിച്ച് വീഡിയോ ഇടുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. അധികം ഡൗട്ട്സ് ഒന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു.